Hello, good evening. Welcome to News Track 1710. CAG മുതൽ സിംസ് വരെ നിറഞ്ഞു നിന്ന പ്രധാനപ്പെട്ട ഒരു വാർത്താപ്പകലാണ് കടന്നുപോയത്. ഇപ്പോൾ CAGക്കെതിരെ ചീഫ് സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും ഒടുവിലത്തെ വിശേഷം. ഒട്ടേറെ വാർത്തകളുണ്ട് ഇന്ന് വാർത്താപ്പകലിനെ സമ്പന്നമാക്കിയത്. ഞങ്ങൾ ആരംഭിക്കുന്നു. എനിക്കൊപ്പം ഉന്മേഷാണ്. ഞാൻ അരുൺകുമാർ. സ്വാഗതം. ന്യൂസ് ട്രാക്ക് 1710 ആരംഭിക്കുന്നു. CAG versus DGP. Now CAG versus Chief Secretary. CAG റിപ്പോർട്ടിനെതിരെ സർക്കാർ. CAG റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കും മുൻപേ ചോർന്നതായി സംശയം. ഈ സംശയം പ്രകടിപ്പിച്ചത് ചീഫ് സെക്രട്ടറി ടോം ജോസ് ആണ്. റിപ്പോർട്ടിന്റെ പേരിൽ കുറ്റക്കാരനെന്ന രീതിയിൽ മാധ്യമ വിചാരണ ചെയ്യുന്നത് ജനാധിപത്യ മര്യാദയുടെ ലംഘനമാണ്. വകുപ്പുകളുടെ മേധാവി എന്ന നിലയിൽ ചീഫ് സെക്രട്ടറിക്ക് ഏതു വാഹനവും ഉപയോഗിക്കാം. റിപ്പോർട്ടിന് മറുപടി നൽകുമെന്നും ആവശ്യമെങ്കിൽ തിരുത്തൽ നടപടി എടുക്കുമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. CAG റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നിയമസഭയിൽ വെക്കുന്നതിന് മുമ്പ് പുറത്തായതായി സംശയമുയർന്നിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് പറഞ്ഞു. സഭയിൽ വെച്ച ശേഷമാണ് റിപ്പോർട്ട് മാധ്യമങ്ങൾക്കുൾപ്പെടെ നൽകുന്നത്. എന്നാൽ ഇത്തവണ അതിനു മുൻപ് തന്നെ റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ പുറത്തായതായാണ് സംശയമുയർന്നിരിക്കുന്നത്. വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയെന്നത് CAGയുടെ ഭരണഘടനാപരമായ ചുമതലയാണ്. അതേസമയം CAGയുടെ റിപ്പോർട്ടിന്റെ പേരിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ വ്യക്തിഹത്യ ചെയ്യുന്നത് നല്ല കീഴ്വഴക്കമല്ലെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. സംസ്ഥാന ചീഫ് സെക്രട്ടറി പോലീസ് വകുപ്പിന്റെ പേരിലുള്ള വാഹനം ഉപയോഗിക്കുന്നത് തെറ്റായ രീതിയിൽ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ചില വകുപ്പുകളുടെ മേധാവി എന്ന നിലയിൽ ചീഫ് സെക്രട്ടറി ഏതെങ്കിലും ഒരു വകുപ്പിന്റെ വാഹനം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇത് നിയമവിരുദ്ധമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. CAG റിപ്പോർട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ഇതിനിടെ തിടുക്കപ്പെട്ട് ഉദ്യോഗസ്ഥരെ കുറ്റക്കാരെ ചിത്രീകരിക്കുകയും മാധ്യമ വിചാരണ നടത്തുകയും ചെയ്യുന്നത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ്. റിപ്പോർട്ടിൽ തുടർ പരിശോധനയും വിശദീകരണവും ആവശ്യമെങ്കിൽ തിരുത്തൽ നടപടികളും ഉണ്ടാകുമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. 24 തിരുവനന്തപുരം. ചീഫ് സെക്രട്ടറി ഉപയോഗിക്കുന്നത് DGPയുടെ പേരിലുള്ള ആഡംബര വാഹനം. മോട്ടോർ വാഹന രേഖകളിൽ വാഹനത്തിന്റെ ഉടമ DGPയാണ്. പൊതുഭരണ വകുപ്പോ ടൂറിസം വകുപ്പോ വാങ്ങുന്ന വാഹനങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറിമാർ ഉപയോഗിക്കുന്നത്. പോലീസ് ഫണ്ട് ഉപയോഗിച്ച് വാഹനം വാങ്ങിയെന്നാണ് ആക്ഷേപം. അതിനിടെ ലോക്നാഥ് ബെഹ്റ DGP ആയതിനു ശേഷം 151 കോടി രൂപ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചുവെന്ന രേഖകളും പുറത്തുവന്നു. KL 01 CL 9663 എന്ന ജീപ്പ് കോമ്പസ് വാഹനമാണ് ചീഫ് സെക്രട്ടറി ടോം ജോസ് ഉപയോഗിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പ്രകാരം ആഡംബര വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ പേരിൽ. സാധാരണ പൊതുഭരണ വകുപ്പിന്റെയോ ടൂറിസം വകുപ്പിന്റെയോ വാഹനമാണ് ചീഫ് സെക്രട്ടറി ഉപയോഗിക്കാറുള്ളത്. 2019 ഓഗസ്റ്റ് 14 വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 15 ലക്ഷത്തിലധികം രൂപ വില വരുന്ന വാഹനമാണിത്. പോലീസ് വകുപ്പിന്റെ വാഹനം ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനമായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് അസാധാരണ നടപടിയാണ്. അതേസമയം സർക്കാർ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സാധാരണമാണെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന്റെ വിശദീകരണം. വാഹനം വാങ്ങിക്കുന്നതിനുള്ള ഫണ്ടുകളിൽ കുറവുണ്ടായാൽ ഇങ്ങനെ ചെയ്യാറുണ്ടെന്നും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് പറയുന്നു. ചീഫ് സെക്രട്ടറി ഉപയോഗിക്കുന്നത് DGPയുടെ പേരിലുള്ള വാഹനമാണെന്ന് പോലീസും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ലോക്നാഥ് ബെഹ്റ DGP ആയതിനു ശേഷം പോലീസ് നവീകരണത്തിന് ചെലവഴിച്ചത് 151 കോടി രൂപയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിക്കുകയായിരുന്നു. സാധന സാമഗ്രികൾ വാങ്ങിയത് സ്റ്റോർ പർച്ചേസ് റൂൾ പ്രകാരമാണെന്നും ജൂൺ 27 നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങിയതിൽ സ്റ്റോർ പർച്ചേസ് റൂൾ പാലിച്ചില്ലെന്നായിരുന്നു CAGയുടെ കണ്ടെത്തൽ. 24 തിരുവനന്തപുരം. പോലീസിനെതിരായ CAGയുടെ കണ്ടെത്തലുകൾ UDF കാലത്തേതാണെന്ന നിലപാടിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വിവാദത്തിൽ തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചു. പ്രതിപക്ഷത്തിനുള്ള മറുപടി അടുത്ത മാസം ആദ്യം നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകും. ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ വാങ്ങിയതൊഴികെയുള്ള എല്ലാ കണ്ടെത്തലുകളും UDFന്റെ കാലത്താണ് നടന്നത്. വാങ്ങിയ ശേഷം സർക്കാരിന്റെ അനുമതിക്ക് വരുന്നത് പോലീസിൽ സ്വാഭാവികമാണ്. ബന്ധപ്പെട്ടവർ നൽകിയ വിശദീകരണങ്ങൾ അവഗണിച്ചാണ് CAG പല നിഗമനങ്ങളിലും എത്തിയതെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. CAG റിപ്പോർട്ട് സഭയിലെത്തുന്നതിന് മുൻപേ പ്രതിപക്ഷത്തിന് വിശദാംശങ്ങൾ ലഭിച്ചു. വാർത്താസമ്മേളനത്തിലെ CAGയുടെ പ്രതികരണവും രാഷ്ട്രീയ പ്രേരിതമാണെന്ന സംശയമുണർത്തുന്നു. റിപ്പോർട്ടിന്മേലുള്ള വിവാദങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോകും. CAG റിപ്പോർട്ട് സാധാരണ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോകട്ടെ എന്നും സെക്രട്ടേറിയറ്റിൽ ധാരണയായി. അടുത്ത മാസം ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന് ഉചിതമായ മറുപടി മുഖ്യമന്ത്രി നൽകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ തുടരുകയാണ്. 2 ദിവസം നീളുന്ന സംസ്ഥാന സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. അതേസമയം ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം വിവാദങ്ങൾ ചർച്ച ചെയ്തില്ല. 24 തിരുവനന്തപുരം.
സംസ്ഥാന പോലീസ് വകുപ്പിന്റെ സിംസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകൾ പുറത്തുവരുന്നു. കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഗാലക്സോൺ കമ്പനിയുടെ 2 ഡയറക്ടർമാരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അയോഗ്യരാക്കിയതാണ്. കെൽട്രോൺ ടെൻഡർ രേഖകളിൽ പിഴവ് നടന്നതിന്റെയും തെളിവുകൾ പുറത്തുവന്നു. 24 എക്സ്ക്ലൂസീവ്. ജൂലൈയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഗാലക്സോൺ കമ്പനി സിംസ് കരാർ ഏറ്റെടുക്കുമ്പോൾ വെറും 3 വർഷം മാത്രം പ്രവൃത്തി പരിചയമാണ് കേരളത്തിൽ ഈ കമ്പനിക്കുള്ളത്. ബെർണാഡ് രാജ്, കുരിശപ്പൻ ലോറൻസ്, അബ്ദുൾ മുഹമ്മദ് റഷീദ് ഫക്കീർ, ലിസിയ നൂൺസ് എന്നിവരാണ് കമ്പനിയുടെ ഡയറക്ടേഴ്സ്. എന്നാൽ ഇവരിൽ 2 പേർ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അയോഗ്യരാക്കിയവരാണ്. അബ്ദുൾ മുഹമ്മദ് റഷീദ് ഫക്കീർ മുൻപ് 2 കമ്പനികളിൽ ഡയറക്ടറായിരുന്നു. ഈ 2 കമ്പനികളുടെയും ബാലൻസ് ഷീറ്റും അനുബന്ധ രേഖകളും കൃത്യമായി സമർപ്പിച്ചില്ല. ഗാലക്സോണിന്റെ മറ്റൊരു ഡയറക്ടറായ ബെർണാഡ് രാജ്, കുരിശപ്പൻ ലോറൻസും മുൻപ് ഡയറക്ടറായിരുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റും അനുബന്ധ രേഖകളും കൃത്യമായി സമർപ്പിക്കാത്തതിനാലാണ് അയോഗ്യനായത്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഈ വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകും. ഈ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവർ അയോഗ്യരാണ് എന്ന് തന്നെയാണ്. ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് ഗാലക്സോൺ കമ്പനി സിംസിന്റെ കരാർ ഏറ്റെടുത്തത്. കരാർ നൽകിയ കെൽട്രോണോ പോലീസോ ഇക്കാര്യം പരിശോധിച്ചില്ല എന്നത് ഗുരുതര വീഴ്ചയാണ്. ടെൻഡർ ഡോക്യുമെന്റിലും തിരിമറി നടന്നിട്ടുണ്ട്. സിംസിന്റെ 2019 ടെൻഡർ ഡോക്യുമെന്റിൽ ടെൻഡർ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി രേഖപ്പെടുത്തിയിരിക്കുന്നത് 2018 ജൂലൈ 31 ഇതൊരു പക്ഷേ സാങ്കേതിക പിഴവാണെങ്കിൽ സംസ്ഥാന പോലീസ് വകുപ്പിന്റെ രഹസ്യ സ്വഭാവമുള്ള ഒരു കരാറിൽ വീഴ്ച സംഭവിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയാത്ത ഗുരുതര തെറ്റാണ്. സുധിഷ ധർമ്മൻ, 24 കൊച്ചി. പോലീസിന്റെ വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഗൺമാൻ സനിൽകുമാറും പ്രതി. 3ാം പ്രതിയായ സനിൽകുമാർ ഉൾപ്പെടെ 11 പ്രതികളാണുള്ളത്. ക്രമക്കേട് മറച്ചുവെക്കാൻ വ്യാജരേഖയുണ്ടാക്കിയെന്ന് എഫ്ഐആറിൽ പറയുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. അതേസമയം കുറ്റവാളിയെന്ന് കണ്ടെത്തുന്നതുവരെ സനിൽകുമാർ സ്റ്റാഫിലുണ്ടാകുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു. സായുധ സേനാ ക്യാമ്പിൽ നിന്നും വെടിയുണ്ടകൾ നഷ്ടമായെന്ന് ചൂണ്ടിക്കാട്ടി മുൻ കമാൻഡന്റ് സേവ്യർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. 1996 മുതൽ 2016 വരെയുള്ള കാലയളവിൽ SAP ക്യാമ്പിൽ നിന്നും വെടിയുണ്ടകൾ കാണാതായെന്നായിരുന്നു പരാതി. 2019 ഏപ്രിൽ 3 പേരൂർക്കട പോലീസ് കേസെടുക്കുന്നത്. 11 പോലീസുകാരെ പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത്. FIR-ൽ 3ാം പ്രതിയാണ് സനിൽകുമാർ. 2013-2015 കാലയളവിൽ SAP ക്യാമ്പിലെ ഹവിൽദാറായിരുന്ന സനിൽകുമാറിന് വെടിക്കോപ്പുകളുടെ സൂക്ഷിപ്പ് ചുമതലയുണ്ടായിരുന്നു. വെടിയുണ്ടകളുടെ വിവരങ്ങൾ സനിൽകുമാർ അടക്കമുള്ള 11 പേരും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ലെന്നാണ് FIR വ്യക്തമാക്കുന്നത്. ഇത് മറയ്ക്കാൻ വ്യാജരേഖകൾ ചമച്ചുവെന്നും FIR-ൽ പറയുന്നു. അതീവ സുരക്ഷയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന AK-47 തോക്കുകളുടെ തിരകളിലടക്കം ജാഗ്രത കുറവുണ്ടായെന്നും കണ്ടെത്തലുണ്ട്. അതേസമയം ആരോപണങ്ങളിൽ കാര്യമില്ലെന്നും സനിൽകുമാർ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതുവരെ സ്റ്റാഫിലുണ്ടാകുമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. 2013 നടന്ന കാര്യമല്ലേ ഇപ്പോൾ 2020 ചർച്ച ചെയ്യുന്നത്. അന്വേഷിക്കാൻ അതിൻ്റെ ക്രമമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. പ്രതിയാണെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യും. ഒരു കുഴപ്പമില്ല. കുറ്റവാളി എന്ന് പറയുന്നത് വരെ അയാളെൻ്റെ സ്റ്റാഫിലുണ്ടാവും. എന്നാൽ ക്യാമ്പിൽ നിന്ന് ഇൻസാസ് റൈഫിൾ നഷ്ടമായില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് 2 ദിവസത്തിനകം ക്യാമ്പിലെ ആയുധങ്ങൾ നേരിട്ട് പരിശോധിക്കും. 24 തിരുവനന്തപുരം. CAG റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രിയുടെ ഓഫീസ്. CAG റിപ്പോർട്ടിൽ റവന്യൂ വകുപ്പിന് വിമർശനമെന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്ന് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മിച്ചഭൂമി ഏറ്റെടുക്കുന്നതിൽ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനത്തെ റിപ്പോർട്ടിൽ പ്രശംസിക്കുകയാണ് ഉണ്ടായത്. പരിശോധന നടത്തിയ ജില്ലകളിൽ 93% മിച്ചഭൂമിയും ഏറ്റെടുത്തുവെന്നാണ് CAG റിപ്പോർട്ടിലുള്ളതെന്നും റവന്യൂ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾക്കാണ് വിശദീകരണവുമായി റവന്യൂ മന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിറക്കിയത്. മിച്ചഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പിന്റെ പ്രവർത്തനത്തെ CAG റിപ്പോർട്ടിൽ പ്രശംസിച്ചിരിക്കുകയാണെന്ന് മന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു. തെരഞ്ഞെടുത്ത 5 ജില്ലകളിൽ നടത്തിയ CAG പരിശോധനയിൽ ആകെയുള്ള 23,151 ഹെക്ടർ മിച്ചഭൂമിയിൽ 21,563 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് 93% മിച്ചഭൂമിയും ഏറ്റെടുത്തു. 24,967 കേസുകളിൽ 169 കേസുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വനം വകുപ്പ് നിക്ഷിപ്ത വനമായി പ്രഖ്യാപിച്ചതും കോടതി സ്റ്റേ നിലനിൽക്കുന്നതും അന്യ കൈവശത്തിലുള്ളതുമായ കേസുകളുടെ ഭൂമിയാണിത്. വസ്തുത ഇതായിരിക്കെ റവന്യൂ വകുപ്പിന് CAG റിപ്പോർട്ടിൽ വിമർശനമെന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്നും മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. എന്നാൽ ക്രമവിരുദ്ധമായി ഭൂമി പതിച്ചു നൽകിയതിനെക്കുറിച്ചോ CAG റിപ്പോർട്ടിലുള്ള മറ്റ് പരാമർശങ്ങളെക്കുറിച്ചോ വാർത്താക്കുറിപ്പിൽ പരാമർശിക്കുന്നില്ല. 24 തിരുവനന്തപുരം.
CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും നിയമസഭയുമാണ് പരിഗണിക്കേണ്ടത്. എല്ലാ സ്ഥാപനങ്ങൾക്കും ഓരോ ചുമതലകളുണ്ടെന്നും അവയുടെ പ്രവർത്തനങ്ങളെ ബഹുമാനിക്കണമെന്നും ഗവർണർ പറഞ്ഞു. There is a procedure, there are rules. Whatever report is there, that will go to PAC. Then it will go to Assembly. Governor has no role in that. We have institutions and we must learn to respect every institution. Every institution has its own responsibility. വധശിക്ഷയ്ക്കെതിരെയുള്ള അപ്പീലുകളിൽ അതിവേഗം തീർപ്പ് കൽപ്പിക്കാൻ മാർഗനിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. അപ്പീലുകൾ 6 മാസത്തിനുള്ളിൽ 3-അംഗ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് സുപ്രീം കോടതി രജിസ്ട്രാർ ഉത്തരവിറക്കി. നിർഭയ കേസിലടക്കം വധശിക്ഷ ഉൾക്കൊള്ളുന്ന കേസുകളിൽ കോടതി നടപടികൾ വൈകുന്നുവെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് സുപ്രീം കോടതി രജിസ്ട്രാർ ഭരണപരമായ സുപ്രധാന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. വധശിക്ഷ ചോദ്യം ചെയ്ത അപ്പീലുകൾ 6 മാസത്തിനകം 3-അംഗ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. വധശിക്ഷ ശരിവച്ചതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി രേഖകൾ 60 ദിവസത്തിനുള്ളിൽ രജിസ്ട്രി ലഭ്യമാക്കണം. രേഖകൾ നൽകാനുണ്ടെങ്കിൽ 30 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് പ്രതികൾക്ക് നിർദ്ദേശം നൽകണം. രേഖകൾ ലഭിച്ചില്ലെങ്കിൽ ജഡ്ജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അടുത്ത നടപടി സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി രജിസ്ട്രാർ നിർദ്ദേശിച്ചു. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ബെഞ്ചുകൾ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. MP പ്രദീപ് കുമാർ, 24 ഡൽഹി. നിർഭയ കേസിൽ വാദം കേൾക്കുന്നതിനിടെ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് R ഭാനുമതി കുഴഞ്ഞു വീണു. ജഡ്ജിക്ക് കടുത്ത പനിയായിരുന്നുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വിശദീകരിച്ചു. അതേസമയം ദയാഹർജി തള്ളിയതിനെതിരെ പ്രതി വിനയ് ശർമ്മ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. 2 മണിയോടെയാണ് നിർഭയ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ ജസ്റ്റിസ് R ഭാനുമതി അധ്യക്ഷയായ ബെഞ്ച് പരിഗണിച്ചത്. ആദ്യം ദയാഹർജി തള്ളിയ രാഷ്ട്രപതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് പ്രതി വിനയ് ശർമ്മ സമർപ്പിച്ച ഹർജി തള്ളി. പ്രതിയുടെ വാദങ്ങളിൽ കഴമ്പില്ലെന്നും രാഷ്ട്രപതി എല്ലാ വശവും പരിശോധിച്ചിരുന്നുവെന്നും വ്യക്തമാക്കിയാണ് നടപടി. തുടർന്ന് വധശിക്ഷ വെവ്വേറെ നടത്തണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിൽ വാദം കേട്ടു. ഉത്തരവ് പറയാൻ തുടങ്ങവേ ജസ്റ്റിസ് R ഭാനുമതി ബോധരഹിതയാകുകയായിരുന്നു. ഉടൻ തന്നെ കോടതി ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ജഡ്ജിയെ ചേംബറിലേക്ക് മാറ്റി. ഇതിനിടെ ജഡ്ജിക്ക് ബോധം തെളിഞ്ഞു. വീൽ ചെയറിൽ വൈദ്യസഹായത്തിനായി മാറ്റി. ജഡ്ജി കടുത്ത പനിക്ക് ചികിത്സയിലായിരുന്നുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വിശദീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഹർജിയിൽ വിധി പറയുന്നത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി. MP പ്രദീപ് കുമാർ, 24 ഡൽഹി. പന്തേരങ്കാവ് UAPA കേസ് കേരള പോലീസിനെ തിരിച്ചേൽപ്പിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം നിലനിൽക്കില്ലെന്ന് NIA ആക്ട് സെഷൻ 7 അനുസരിച്ച് കേസ് കൈമാറ്റം തീരുമാനിക്കേണ്ടത് NIA ആണ്. അലനും താഹയ്ക്കുമെതിരെ ശക്തമായ തെളിവുണ്ടെന്നും NIA വ്യക്തമാക്കുന്നു. NIA ആക്ട് സെക്ഷൻ 7 പ്രകാരം ഏറ്റെടുത്ത കേസ് സംസ്ഥാന സർക്കാരിന് തിരിച്ചേൽപ്പിക്കണോ എന്നത് NIA അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെയേ ഇത് സാധിക്കൂ. കൈമാറ്റത്തിന് മുന്നോടിയായി NIA അന്വേഷിക്കാനും മാത്രം മെറിറ്റ് കേസിനില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിക്കണം. ചട്ടം ഇതായിരിക്കെ മുഖ്യമന്ത്രിയുടെ കത്ത് നിലനിൽക്കില്ലെന്നാണ് NIAയുടെ പക്ഷം. അതേസമയം അലനും താഹയ്ക്കുമെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് NIA വൃത്തങ്ങൾ വ്യക്തമാക്കി. കേസിൽ ഉസ്മാനടക്കം കൂടുതൽ പേർ പിടിയിലാകാനുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെ കേസിൽ പ്രതികളുടെ റിമാൻഡ് കാലാവധി കൊച്ചി NIA കോടതി നീട്ടി. മാർച്ച് 13-ന് കേസ് വീണ്ടും പരിഗണിക്കും. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കോഴിക്കോട് പന്തീരങ്കാവ് UAPA കേസിൽ അറസ്റ്റിലായ അലിൻ ഷുഹൈബ് സമസ്ത പരീക്ഷ എഴുതാനുള്ള അനുമതി തേടി ഹൈക്കോടതിയിൽ. ഫെബ്രുവരി 18-ന് നടക്കുന്ന 2ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്നാണ് അലൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 3ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ മാത്രമാണ് വിലക്കുള്ളത്. അതിനാൽ 2ാം സെമസ്റ്റർ എഴുതാൻ അനുവദിക്കണം. വിദ്യാർത്ഥി എന്ന പരിഗണന നൽകി അനുമതി നൽകണമെന്നാണ് അലൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. വിഷയത്തിൽ NIA, കണ്ണൂർ സർവകലാശാല എന്നിവരോട് ഹൈക്കോടതി വിശദീകരണം തേടി. തിങ്കളാഴ്ച വിശദമായ സത്യവാങ്മൂലം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ വനിതാ കോളേജിൽ ആർത്തവ പരിശോധന. ശ്രീ സഹജാനന്ദ് വനിതാ കോളേജിലെ വിദ്യാർത്ഥിനികളെയാണ് അടിവസ്ത്രം അഴിച്ച് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ആർത്തവ സമയത്ത് ഹോസ്റ്റലിൽ അടുക്കളയിൽ കയറിയെന്നാരോപിച്ചായിരുന്നു നടപടി. കച്ച് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീ സഹജാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവമുണ്ടായത്. 68 വിദ്യാർത്ഥിനികളെയാണ് അടിവസ്ത്രമഴിച്ച് പരിശോധിച്ചത്. ആർത്തവ സമയത്താണോ വിദ്യാർത്ഥിനികൾ അടുക്കളയിലും ക്ഷേത്രത്തിന് സമീപത്തും പോയതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ശുചിമുറിയിൽ വെച്ച് പരിശോധിച്ചത്. ഹോസ്റ്റൽ വാർഡിന്റെ പരാതിയെ തുടർന്ന് പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ആർത്തവമുണ്ടായിരുന്ന ചില പെൺകുട്ടികൾ പരിശോധനയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു.
കൂടാതെ ആർത്തവ സമയത്ത് മറ്റു പെൺകുട്ടികളുമായി ഇടപഴകുന്നതിനും കോളേജിൽ വിലക്കുണ്ടെന്നാണ് വിദ്യാർത്ഥിനികളുടെ പരാതി. നർ നാരായൺ ദേവ് ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. സംഭവം പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. അതേസമയം സർവകലാശാല അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൂടാതെ വനിതാ കമ്മീഷനും സംഭവത്തിൽ ഇടപെട്ടു. 24 ഡൽഹി. അങ്ങനെ മറ്റൊരു കേരള കോൺഗ്രസ് പിളർപ്പിന്റെ വക്കിൽ നിൽക്കുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് പിളരാനാണ് സാധ്യത. ജേക്കബ് ഗ്രൂപ്പിൽ കലഹം മൂർച്ഛിക്കുകയാണ്. ഇനി പിളർന്നാൽ കേരള കോൺഗ്രസ് ജേക്കബും കേരള കോൺഗ്രസ് ജോണി നെല്ലൂരുമായിട്ടായിരിക്കും പിളരുക. ജോസഫ് ഗ്രൂപ്പുമായി ലയിക്കണമെന്ന് ജോണി നെല്ലൂർ വിഭാഗത്തിന്റെ ആവശ്യം അനൂപ് ജേക്കബ് തള്ളി. ഭിന്നത കടുത്തതോടെ അനൂപ് ജേക്കബ് വിഭാഗം നാളെ പ്രത്യേക നേതൃയോഗം ചേരും. പിളർപ്പിന്റെ വക്കിലാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ്. പാർട്ടി കേരള കോൺഗ്രസ് എമ്മിലെ ജോസഫ് ഗ്രൂപ്പുമായി ലയിക്കാനായിരുന്നു നീക്കം. ജോണി നെല്ലൂരാണ് ലയനശ്രമത്തിന് ചുക്കാൻ പിടിച്ചത്. പി ജെ ജോസഫുമായി ലയന ചർച്ച നടത്തിയ അനൂപ് പിന്നീട് നിലപാട് മാറ്റി. ഇതോടെയാണ് തമ്മിലടി തുടങ്ങിയത്. ജോണി നെല്ലൂരിനെ പിന്തുണയ്ക്കുന്ന ജില്ലാ കമ്മിറ്റികൾ ലയനം ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി. പദവികൾ സംബന്ധിച്ച ആശങ്കയാണ് അനൂപിന്റെ എതിർപ്പിന് പിന്നിലെന്ന് എതിർവിഭാഗം ആരോപിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ ചെയർമാൻ പദവി വഹിക്കുന്ന ജോണി നെല്ലൂർ 21-ന് ഉന്നതാധികാര സമിതി വിളിച്ചിരുന്നു. ഇത് മറികടന്ന് നാളെ സമാന്തര നേതൃയോഗം ചേരാൻ അനൂപ് തീരുമാനിച്ചു. ഇത് പാർട്ടി വിരുദ്ധമാണെന്ന് ജോണി നെല്ലൂർ ആരോപിച്ചു. അങ്ങനെ ഒരു യോഗം വിളിക്കുവാൻ മറ്റാർക്കും അധികാരമില്ല. ആ യോഗം അനധികൃതമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ആ യോഗം കേവലം ഒരു ഗ്രൂപ്പ് യോഗം മാത്രമായി ഞങ്ങൾ കാണുന്നു. ലയനം അജണ്ടയിലില്ലെന്ന് അനൂപ് ജേക്കബിന്റെ മറുപടി. കേരള കോൺഗ്രസ് പാർട്ടിയെ പിളർത്താൻ എന്തായാലും ഞാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല, ശ്രമിക്കത്തുമില്ല. അത്തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ പാർട്ടി എവിടെയെങ്കിലും ലയിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുമില്ല. അനൂപ് ജേക്കബിനെ ഒപ്പം നിർത്തി MLA-മാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനായിരുന്നു ജോസഫിന്റെ നീക്കം. അനൂപ് ഇടഞ്ഞതോടെ ഈ നീക്കം പാളി. എന്നാൽ ലയന തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ജോണി നെല്ലൂർ പക്ഷത്തിന്റെ തീരുമാനം. സജോ ദേവസ്യ, 24 കൊച്ചി. കുർബാന പണത്തിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ വൈദികനെ എറണാകുളം അങ്കമാലി അതിരൂപത സസ്പെൻഡ് ചെയ്തു. സാമ്പത്തിക ക്രമക്കേടും സ്വഭാവ ദൂഷ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇടപ്പള്ളി പള്ളി മുൻ സഹവികാരി പ്രിൻസ് തൈക്കൂട്ടത്തലിനെതിരെയാണ് നടപടി. ഇടപ്പള്ളി പള്ളി സഹവികാരിയായി പ്രവർത്തിക്കവേ വിശ്വാസികൾ കുർബാനയ്ക്കായി നൽകുന്ന പണത്തിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഈ ഇനത്തിൽ മാത്രം 15 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് സംശയിക്കുന്നത്. തീർത്ഥാടന കേന്ദ്രമായ പള്ളിയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ഇത്തരത്തിൽ പണം നൽകാറുണ്ട്. ഈ പണം കൈകാര്യം ചെയ്യുന്ന ചുമതല പ്രിൻസ് തൈക്കൂട്ടത്തിലാണ് നിർവഹിച്ചിരുന്നത്. മറ്റൊരു പള്ളിയിലേക്ക് സ്ഥലം മാറ്റം നൽകിയതിന് പിന്നാലെയാണ് തട്ടിപ്പ് തെളിഞ്ഞത്. ഇതുകൂടാതെ വൈദികരിൽ നിന്ന് വൻതുക കടം വാങ്ങി ദുരുപയോഗിച്ചതായും കണ്ടെത്തി. വൈദിക വൃത്തിക്ക് ചേരാത്ത സ്വഭാവ ദൂഷ്യം പ്രിൻസിനുണ്ടെന്നും ആരോപണമുയർന്നു. ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് വൻതുക മാറ്റിയതായും കണ്ടെത്തി. ആരോപണമുയർന്നതോടെ വിശദീകരണം തേടിയെങ്കിലും തൃപ്തികരമായ മറുപടി നൽകാതെ ഇയാൾ മടങ്ങി. തുടർന്നാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. പണം തിരികെ നൽകാമെന്ന ഉറപ്പ് ഇയാൾ അതിരൂപതയ്ക്ക് എഴുതി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. കുർബാന നിയോഗത്തിനായി വിശ്വാസികൾ നൽകിയ പണത്തിന്റെ ബാധ്യത അതിരൂപത ഏറ്റെടുക്കുന്നതായി ബിഷപ്പ് ആന്റണി കരിയിൽ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കി. 24 കൊച്ചി. കോതമംഗലം പള്ളി പ്രശ്നം സർക്കാരിന് തലവേദനയാവുന്നു. കോതമംഗലം പള്ളി ഏറ്റെടുക്കാൻ വൈകുന്നതിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിധി നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ സർക്കാർ അതറിയിക്കണം. കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ജില്ലാ കളക്ടർ നേരിട്ട് ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയുടെ നിയന്ത്രണം ജില്ലാ കളക്ടർ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നായിരുന്നു കോടതി ഉത്തരവ്. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും വിധി നടപ്പാക്കാത്തതിനെതിരെ ഓർത്തഡോക്സ് വൈദികൻ തോമസ് പോൾ റമ്പാൻ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പള്ളി ഭരണം എത്രയും വേഗം ഏറ്റെടുത്ത് കൈമാറണമെന്നും അല്ലെങ്കിൽ കളക്ടർ നേരിട്ട് ഹാജരാകാനും കോടതി ഉത്തരവിട്ടു. കോടതി ഉത്തരവ് പാലിക്കാത്ത സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ല. പള്ളി ഏറ്റെടുക്കാനുള്ള തീരുമാനം എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് വിശദീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പള്ളിയും സ്വത്തും ജില്ലാ കളക്ടർ ഏറ്റെടുത്ത് കൈമാറണമെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ ഇല്ലാത്തതിനാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ലെന്നായിരുന്നു സർക്കാർ വാദം. 24 കൊച്ചി. കൊറോണ ഭീതി നീ വേണ്ട എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൊറോണ വൈറസ് ഭീതി ഒഴിയുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 2288 2272 പേർ വീടുകളിലും 16 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലുണ്ട്. 408 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 379 സാമ്പിളുകളുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു.
കൊറോണ വൈറസ് ഭീതി അകലുകയാണെങ്കിലും സംസ്ഥാനത്ത് ജാഗ്രത തുടരാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. വിവിധ ജില്ലകളിലായി 2272 പേർ വീടുകളിലും 16 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. സംശയാസ്പദമായവരുടെ 408 സാമ്പിളുകൾ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് അയച്ചതിൽ 379 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ബാക്കി ഫലം ലഭിക്കാനുണ്ട്. നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കയ്ക്ക് വകയില്ലെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. പരിഷ്കരിച്ച മാർഗരേഖ പ്രകാരം 130 പേരെ ഇന്ന് വീടുകളിലെ നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയവർ വീടുകളിൽ നിരീക്ഷണം തുടരണം. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് മാനസിക പിന്തുണ ഉറപ്പുവരുത്തുന്ന ടെലിഫോണിക് കൗൺസിലിംഗ് സേവനം ഇതുവരെ 3619 പേർക്ക് ലഭ്യമാക്കി. 24 തിരുവനന്തപുരം. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് സിംഗപ്പൂരിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സിംഗപ്പൂർ എംബസി. രാജ്യത്ത് അത്തരത്തിലൊരു സാഹചര്യമില്ലെന്നും ജനങ്ങൾ സുരക്ഷിതരാണെന്നും സിംഗപ്പൂർ എംബസി അറിയിച്ചു. 58 പേർക്കാണ് നിലവിൽ സിംഗപ്പൂരിൽ കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരൊക്കെ നിരീക്ഷണത്തിലാണ്. ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. കരുതലിനായി ഓറഞ്ച് അലർട്ട് മാത്രമാണ് രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സിംഗപ്പൂർ ആരോഗ്യമന്ത്രി ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. ദേശീയ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം ഗോകുലം കേരള എഫ്സിക്ക്. വാശിയേറിയ ഫൈനലിൽ മണിപ്പൂരിൽ നിന്നുള്ള ക്രിപ്സ എഫ്സിയെ 2-നെതിരെ 3 ഗോളുകൾക്കാണ് ഗോകുലം എഫ്സി തോൽപ്പിച്ചത്. ആദ്യമായാണ് ദേശീയ ഫുട്ബോൾ ലീഗ് കിരീടം കേരളത്തിലേക്ക് എത്തുന്നത്. Very early attacks coming in and Kripsa conceding that Gokulam Kerala FC have such an early opener. ആദ്യ വിസിൽ മുഴങ്ങി ഉടൻ നടത്തി ഗോകുലം ആദ്യത്തെ ഗോളാഘോഷം. ഇറോം പരമേശ്വരി ദേവിയാണ് ആദ്യ മിനിറ്റിൽ തന്നെ സ്കോർ ചെയ്തത്. കമലാദേവിയിലൂടെ 27-ാം മിനിറ്റിലെ ഫ്രീ കിക്ക് ഗോളിൽ ഗോകുലം ലീഡ് 2ആക്കി. Kamala Devi takes that free kick and there is the second goal for Gokulam Kerala FC. Kamala Devi is making a statement and she is making it strong. എന്നാൽ ആദ്യ പകുതിക്ക് പിരിയും മുമ്പ് തന്നെ ക്രിപ്സ ഒരു ഗോൾ മടക്കി. 71-ാം മിനിറ്റിൽ രത്നബാല സമനില പിടിച്ചതോടെ കളി ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഒടുവിൽ ഗോകുലത്തിന്റെ യഥാർത്ഥ ഹീറോയിൻ സബിത്ര ഭണ്ഡാരി തന്നെ ടീമിന്റെ വിജയം ഉറപ്പാക്കി. 86-ാം മിനിറ്റിൽ And there is the third goal for Gokulam Kerala FC. Sabitra Bhandari puts them through. And here it comes. Here come the fireworks. Here come the celebrations. ആദ്യമായാണ് ഒരു ദേശീയ ലീഗ് കിരീടം കേരളത്തിലേക്ക് എത്തുന്നത്. സ്പോർട്സ് ടീം 24. വ്യവസായ വകുപ്പ് സെക്രട്ടറി തുടർച്ചയായി കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചു. അപ്പോൾ കോടതി ഒരു പിഴയിട്ടു, ഒരു ശിക്ഷ വിധിച്ചു. അപൂർവമായ ശിക്ഷ. കാണാം ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. ന്യൂസ് ട്രാക്ക് 1/7 തുടരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രാത്രി 10 മണിക്ക് ആരംഭിച്ച 1 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ ബുള്ളറ്റിൻ. ഇന്നത്തെ വാർത്താ പകലിലെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഈ 1 മണിക്കൂർ നേരം പ്രേക്ഷകരിലേക്ക് എത്തും. ഇനി നമ്മൾ പോകുന്നത് കോടതി നിർദ്ദേശം പാലിക്കാത്ത വ്യവസായ വകുപ്പ് ഡയറക്ടർക്ക് ഹൈക്കോടതി ഒരു അത്യപൂർവമായ ശിക്ഷ വിധിച്ചു. മരം നടിയിലാണ് ശിക്ഷ. 100 മരത്തൈകൾ നടണമെന്നാണ് വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ബിജുവിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. മരം നടേണ്ട സ്ഥലങ്ങൾ വനം വകുപ്പ് നിർദ്ദേശിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. റിപ്പോർട്ടിലാണ്. കൊല്ലത്ത് പ്രവർത്തിക്കുന്ന SS കെമിക്കൽസ് എന്ന സ്ഥാപനം 2001-ൽ വ്യവസായ വകുപ്പിൽ വിൽപ്പന നികുതി ഇളവിന് അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷ വ്യവസായ വകുപ്പ് തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം 2003 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 8 തവണ വ്യവസായ വകുപ്പ് ഹിയറിംഗ് നടത്തുകയും ചെയ്തു. എന്നാൽ ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനവും പിന്നീടുണ്ടായില്ല. ഇതിനെതിരെ SS കെമിക്കൽസ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ബിജുവിനോട് നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടു. വ്യവസായ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 100 മരങ്ങളാണ് നടേണ്ടത്. മരം നടേണ്ട സ്ഥലങ്ങൾ വനംവകുപ്പ് നിർദ്ദേശിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് അമിത് റാവലാണ് വ്യവസായ വകുപ്പ് ഡയറക്ടർക്ക് മാതൃകാപരമായ മരം നടീൽ ശിക്ഷ നൽകിയത്. 24 കൊച്ചി. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ നാളെ ചോദ്യം ചെയ്യാനിരിക്കെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ നിർണായക തെളിവുകൾ ലഭിച്ചു. വായ്പ അനുവദിച്ച് ഇബ്രാഹിം കുഞ്ഞ് ഒപ്പിട്ട രേഖകൾ വിജിലൻസിന് ലഭിച്ചു. പാലാരിവട്ടം മേൽപ്പാല അഴിമതിയിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ പങ്ക് തെളിയിക്കുന്ന സുപ്രധാന രേഖയാണ് ഇത്. പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണ അഴിമതിയിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകളാണ് വിജിലൻസ് ശേഖരിച്ചിരിക്കുന്നത്. മേൽപ്പാല നിർമ്മാണ കരാറിന് വിരുദ്ധമായി
8.25 കോടി രൂപ നിർമ്മാണ കരാർ കിട്ടിയ കമ്പനിയായ RDS പ്രൊജക്ടിന് അനുവദിച്ചതിലും പലിശയിളവ് അനുവദിക്കാൻ നിർദ്ദേശിച്ചതിലും ഇബ്രാഹിം കുഞ്ഞിന് വ്യക്തമായ പങ്കുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കേസിൽ അറസ്റ്റിലായ മുൻ പൊതുമരാമത്ത് സെക്രട്ടറി TO സൂരജ്, കരാർ കമ്പനി ഉടമ സുമിത് ഗോയൽ അടക്കമുള്ളവരുടെ മൊഴികൾ വിജിലൻസ് നേരത്തെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ ഇബ്രാഹിം കുഞ്ഞ് ഒപ്പിട്ടയച്ച ഫയലുകളും തെളിവായി വിജിലൻസിന്റെ പക്കലുണ്ട്. ശനിയാഴ്ച 11 മണിക്ക് തിരുവനന്തപുരം പൂജപ്പുര വിജിലൻസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനിരിക്കുകയാണ് ഇബ്രാഹിം കുഞ്ഞ്. 24 കൊച്ചി. ചൂട് കുത്തനെ ഉയർന്നതോടെ കോട്ടയത്തെ തരിശു നിലങ്ങളും തോട്ടങ്ങളും തീപിടുത്ത ഭീഷണിയിലാണ്. പലയിടങ്ങളിലും ചൂട് 37 ഡിഗ്രി പിന്നിട്ടതോടെ വെയിലത്ത് ജോലിക്കിറങ്ങിയ തൊഴിലാളികളാണ് ഏറെ വലഞ്ഞത്. ജലസേചന സൗകര്യം കുറവുള്ള പാടശേഖരങ്ങളിൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങി. കഴിഞ്ഞ 4 ദിവസമായി 37 ഡിഗ്രിയായിരുന്ന ചൂട് ജില്ലയിൽ പലയിടത്തും വീണ്ടും ഉയർന്നു. രാവിലെ 11 മുതൽ 3 വരെ വെയിലത്തിറങ്ങരുതെന്ന നിർദ്ദേശമുണ്ടായിട്ടും തൊഴിലാളികൾ ഇതവഗണിച്ച് ജോലിക്കെത്തി. കുടകൾ ചൂടിയും ഇടയ്ക്കിടെ വെള്ളത്തിൽ ഇറങ്ങി നിന്നുമാണ് തൊഴിലാളികൾ ചൂടിന്റെ കാഠിന്യം മറികടക്കുന്നത്. ചൂട് ഇപ്പോൾ ഇന്നലത്തെ കൂടുതലാണ് ചൂട്. ഒരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂട് കൂടാൻ തുടങ്ങി. പിന്നെ ഒരു 3 മണി വരെ ചൂടാ. പിന്നെ നമുക്കിത് ചെയ്യാതിരിക്കാനൊക്കത്തില്ലല്ലോ. ചൂട് കനത്തതോടെ പാടശേഖരങ്ങളിലും തോട്ടങ്ങളിലും തീപിടുത്തമുണ്ടായി. കോട്ടയം ഈരയിൽക്കടവിലെ തരിശുപാടത്ത് പടർന്നു പിടിച്ച തീ മണിക്കൂറുകൾക്ക് ശേഷമാണ് നിയന്ത്രിക്കാനായത്. കഴിഞ്ഞ ദിവസവും ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ മലയോര പ്രദേശത്ത് തോട്ടങ്ങൾ കത്തി നശിച്ചിരുന്നു. 2 ദിവസം കൂടി ചൂട് ഇതേ നിലയിൽ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. 24 കോട്ടയം. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1.5 കിലോ സ്വർണം കസ്റ്റംസ് പിടികൂടി. വിവിധ കേസുകളിലായി 3 പേരെ കസ്റ്റഡിയിലെടുത്തു. പിടിച്ചെടുത്ത സ്വർണത്തിന് 55 ലക്ഷം രൂപയോളം വിലമതിക്കും. 1 കിലോ സ്വർണ്ണ മിശ്രിതം രക്തത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച മലപ്പുറം അരീക്കോട് സ്വദേശിയെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയത്. ഷാർജയിൽ നിന്നും കൊച്ചിയിലെത്തിയ യുവാവ് 4 ക്യാപ്സൂളുകളായാണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത്. സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരമായ യുവാവിനെ അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 1 മണിയോടെ മലേഷ്യ ക്വാലലംപൂരിൽ നിന്നും കൊച്ചിയിലെത്തിയ ചെന്നൈ സ്വദേശി ആബിദ മാലുവിൽ നിന്നും 356 ഗ്രാം സ്വർണം പിടികൂടി. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. ദുബായിൽ നിന്നും പുലർച്ചെ 5:30 എത്തിയ മലപ്പുറം സ്വദേശി ജാബിറിൽ നിന്നും 174 ഗ്രാം സ്വർണവുമാണ് പിടിച്ചെടുത്തത്. സ്വർണ്ണമാലയാക്കി ബാഗിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. മുൻകൂട്ടി ലഭിച്ച വിവരമനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. 24 കൊച്ചി. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 60 കിലോ കഞ്ചാവ് തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. ദേശീയപാതയിൽ വാണിയംപാറയ്ക്ക് സമീപം ചരക്ക് ലോറിയിൽ കടത്തിയിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. തൃശൂർ സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തു. സ്പിരിറ്റ് കയറ്റിയ വാഹനം ചെക്ക് പോസ്റ്റ് മറികടന്ന് വരുന്നുണ്ടെന്ന വിവരം കിട്ടിയതിനു പിന്നാലെ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് കഞ്ചാവ് കടത്തിയ ലോറി പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നും കുന്നംകുളത്തെ സ്വകാര്യ പ്രിന്റിംഗ് സ്ഥാപനത്തിലേക്ക് പേപ്പറുമായി എത്തിയ ചരക്ക് ലോറിയെ കൈകാണിച്ചിട്ടും നിർത്താതെ പോയതോടെ പിന്തുടർന്ന എക്സൈസ് സംഘം വാണിയംപാറയിൽ വെച്ച വാഹനത്തെ പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ ക്യാബിനകത്തായി ഒളിപ്പിച്ച നിലയിൽ 29 ബാഗ് കഞ്ചാവ് കണ്ടെത്തി. തൃശൂർ പുത്തൂർ സ്വദേശി സിദ്ധാർത്ഥൻ, അഞ്ചേരി സ്വദേശി സാബു എന്നിവരാണ് അറസ്റ്റിലായത്. അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് വിഭാഗം വളരെ കൃത്യമായി 2-3 മാസമായി ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫീൽഡ് യൂണിറ്റിൻ്റെ വളരെ ഊർജിതമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ വലിയ കേസ് കിട്ടിയത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ട്രെയിൻ മാർഗവും ചെറുവാഹനങ്ങളിലുമായി കഞ്ചാവ് എത്തുന്നുണ്ട്. എന്നാൽ ചരക്കു കയറ്റിയ വാഹനത്തിൽ ഇത്രയധികം കഞ്ചാവ് കടത്തുന്നത് ഇതാദ്യമാണെന്നും എക്സൈസ് സംഘം പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട യുവാക്കളായ ചരക്ക് ലോറി ഡ്രൈവർമാർ കഞ്ചാവ് കടത്ത് റാക്കറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതായും പ്രതികളിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. കൂട്ടുപ്രതികളെപ്പറ്റി വിവരം ലഭിച്ചതായും എക്സൈസ് സംഘം അറിയിച്ചു. 24 തൃശൂർ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കണ്ണൂരിൽ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ കൂറ്റൻ റാലി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അർജുൻ മട്ടന്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭം കൂടുതൽ ശക്തമാവുകയാണ്. കണ്ണൂരിൽ ഇന്ന് ഭരണഘടനാ സംരക്ഷണ മഹാറാലിയാണ് സംഘടിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവിധ മുസ്ലിം സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിലാണ്, ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു മഹാറാലി സംഘടിപ്പിക്കുന്നത്. ഈ മഹാറാലിയുടെ പൊതുയോഗമാണ് ഇപ്പോൾ കാണുന്നത്. വിവിധ തുറകളിലുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ അനുയായികൾ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആയിരങ്ങൾ ഒഴുകിയെത്തിയ ഒരു മഹാറാലിയാണ് ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്നത്. നേരത്തെ വൈകിട്ട് ഏകദേശം 4 മണിയോടുകൂടി
സെന്റ് മൈക്കിൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഈ റാലി തുടങ്ങാനിരുന്നത്. എന്നാൽ അവിടെ സൈന്യത്തിന്റെ അധീനതയിലുള്ള സ്ഥലമാണ് സെന്റ് മൈക്കിൾസ് സ്കൂളിന്റെ ഗ്രൗണ്ട്. അവിടെ റാലി തുടങ്ങുന്നത് സൈന്യം അനുമതി നിഷേധിക്കുകയായിരുന്നു. മാത്രവുമല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സൈന്യം അവിടെ ഗ്രൗണ്ടിൽ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. ഗ്രൗണ്ടിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാതെ ഗ്രൗണ്ടിന് ചുറ്റും സൈന്യം നിലയുറപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് റാലി തുടങ്ങുന്നത് മാറ്റുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സൈന്യം തരുന്ന വിശദീകരണം, ഇത് സൈന്യത്തിന്റെ സ്ഥലമാണ്, ഇവിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികളും മറ്റും അനുവദിക്കേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ സൈന്യമുള്ളത്. നേരത്തെ ഇത്തരം പരിപാടികൾക്കും മറ്റും അനുമതി കൊടുത്തിരുന്നു. എന്നാൽ അതിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. പുതിയ കമാൻഡന്റ് ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചത് എന്ന ഒരു വിശദീകരണമാണ് സൈന്യം നൽകുന്നത്. എന്തായാലും ഏകദേശം 5 മണിയോടുകൂടി മറ്റൊരു സ്ഥലത്ത് നിന്ന് റാലി ആരംഭിക്കുകയായിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വാഹനങ്ങളിലായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ കണ്ണൂർ നഗരത്തിലേക്ക് എത്തിയത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഈ മഹാറാലി ഉദ്ഘാടനം ചെയ്തത്. അതിനൊപ്പം തന്നെ സ്വാമി അഗ്നിവേശ് ഈ പരിപാടിയിലെ മുഖ്യാതിഥിയാണ്. മാത്രമല്ല, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കം എത്തുമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. എങ്കിൽ പോലും നിരവധി ആളുകളാണ് ഈ പ്രക്ഷോഭത്തിന് എത്തിയിരിക്കുന്നത്. നാളെ മുതൽ അനിശ്ചിതകാല ഷഹീൻബാഗ് സമരവും കണ്ണൂർ നഗരത്തിൽ സംഘടിപ്പിക്കും. നമുക്കിനി മറ്റു ചില വാർത്തകൾ നോക്കാം. ഒറ്റനോട്ടത്തിൽ കോട്ടയം ചാന്നാനിക്കാട് ട്രാക്ടർ മറിഞ്ഞ് 2 പേർ മരിച്ചു. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നെടുങ്കണ്ടം രാജ്കുമാർ കസ്റ്റഡി മരണക്കേസിൽ പോലീസിനെതിരെ നിർണായക മൊഴി. തന്നെ കൊല്ലുമെന്ന് രാജ്കുമാർ പറഞ്ഞിരുന്നുവെന്ന് നെടുങ്കണ്ടം പോലീസിന് കൊടുത്ത മൊഴി തിരുത്തിയെന്ന് രാജ്കുമാറിന്റെ സ്ഥാപനത്തിലെ ജോലിക്കാരി ശാലിനി ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ മൊഴി നൽകി. മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ വീട്ടുതടങ്കലിലാക്കിയതിൽ കേന്ദ്ര ഏജൻസികൾക്കും ജമ്മു കശ്മീർ ഭരണകൂടത്തിനും സുപ്രീം കോടതി നോട്ടീസ്. മാർച്ച് 2-നകം മറുപടി നൽകണമെന്ന് കോടതിയുടെ നിർദ്ദേശം. ആലുവ പമ്പ് കവലയിലുള്ള മുത്തൂറ്റ് ബ്രാഞ്ചിൽ CITU ആക്രമണമെന്ന് പരാതി. രാവിലെ 10 മണിയോടെ എത്തിയ 40ഓളം വരുന്ന സംഘമാണ് ബോർഡുകൾ തല്ലിപ്പൊളിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. കോട്ടയത്ത് മുത്തൂറ്റ് ജീവനക്കാരെ തടയുന്നതിനിടെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. CITU നേതാക്കളായ ബോസ്, രാജു എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ജമ്മു കാശ്മീർ അതിർത്തിയിൽ പാക് പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് നിയന്ത്രണ രേഖയിലുടനീളം പാകിസ്ഥാൻ വെടിവയ്പ് നടത്തി. ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യ. ഇന്ന് ലോക പ്രണയ ദിനമാണ്, വാലന്റൈൻ ഡേ. വാലന്റൈൻ ദിനം ഇനി അവസാനിക്കാൻ ബാക്കി നിൽക്കുന്നത് 1 മണിക്കൂറും 22 മിനിറ്റും മാത്രമാണ്. ആഘോഷം അടിയിലേക്കും വരെ മാറി. അതെ, ആഘോഷം പലപ്പോഴും അതിരുകടക്കുന്ന രംഗങ്ങളും ഉണ്ടായി കേരളത്തിൽ. വാലന്റൈൻസ് ദിനാഘോഷത്തിന് കോളേജിലെ പൊതുവിടം ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം എറണാകുളം ലോ കോളേജ് സംഘർഷത്തിൽ കലാശിച്ചു. നമുക്ക് ഇത്ര ഭംഗിയായിട്ടത് പറയണ്ട. അവിടെ SFI KSU വിഭാഗക്കാർ തമ്മിലാണ് ഏറ്റുമുട്ടിയതിൻ്റെ കാരണം. KSUക്കാർ ഒരു പൊറോട്ട തീറ്റ മത്സരം നടത്തിയിരുന്നു. അതിലൊരു പൊറോട്ട SFIക്കാരനെടുത്തു. അതുമായി ബന്ധപ്പെട്ട് നടന്ന കലാപമാണ് ഈ അടിപിടിയിൽ കലാശിച്ചത്. എന്തായാലും കോളേജ് 24 വരെ പൂട്ടിയിടാൻ തീരുമാനിച്ചു, ഒരു പൊറോട്ടയുടെ പേരിൽ. അതെ, വാലന്റൈൻസ് ദിനാഘോഷങ്ങൾക്കിടെയാണ് എറണാകുളം ലോ കോളേജിൽ വിദ്യാർത്ഥി സംഘർഷമുണ്ടായത്. കലാപരിപാടികൾക്ക് ക്യാമ്പസിലെ പൊതുയിടം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. രണ്ട് പെൺകുട്ടികളടക്കം പരിക്കേറ്റ 12 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 KSU വിദ്യാർത്ഥികളുടെ തലയ്ക്കും കൈക്കും സാരമായി പരിക്കേറ്റു. സംഘർഷത്തിന് കാരണക്കാർ മറുപക്ഷമാണെന്ന് ഇരുവിഭാഗവും ആരോപിച്ചു. സംഘർഷത്തിൽ പ്രതിഷേധിച്ച് SFI നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിനിടെ 24-ാം തീയതി വരെ കോളേജ് ഹോസ്റ്റലും അടച്ചിട്ടു. 24 കൊച്ചി. നമ്മുടെ സെഗ്മെന്റിലേക്കാണല്ലോ, നാളെ അറിയാം. കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നാളെ ഉന്നതതല സമിതി യോഗം. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ KMRL കലൂർ ഓഫീസിൽ വൈകിട്ട് 5-നാണ് യോഗം.
സപ്ലൈകോ നെല്ല് സംഭരണത്തിന്റെ 2ാം ഘട്ട ഓൺലൈൻ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. ഈ സീസണിൽ കൃഷി ഇറക്കിയവരെല്ലാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. www.supplycopaddy.in എന്ന സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കോഴിക്കോട് പുതിയറയിലെ കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്തിൽ പുതുതായി ആരംഭിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷാ പരിശീലനത്തിന് രജിസ്റ്റർ ചെയ്തവർ നാളെ കാലത്ത് 10 മണിക്ക് സെന്ററിലെത്തണം. സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കരുതണമെന്നും നിർദ്ദേശം. ഹൈസ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിലുള്ളവർക്കായുള്ള ക്യാമ്പ് നാളെയും മറ്റന്നാളുമായി നടക്കും. ക്യാമ്പ് നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ www.kite.kerala.government.in എന്ന സൈറ്റിൽ ലഭിക്കും. ഇനി നമ്മൾ പോകുന്നത് സഹനാനി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റവും മികച്ച മാർഗ്ഗങ്ങളിൽ ഒന്നാണ് കൃത്യമായ വ്യായാമം. സുംബ പോലുള്ള വ്യായാമ മുറകളാണ് സ്ത്രീകൾ ഇപ്പോൾ ഏറെ ഏറ്റെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സഹനാനി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. നമസ്കാരം. ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു വ്യഗ്രതയിലാണ് എല്ലാവരും. എന്തായാലും സൂംബ എന്ന് പറയുന്നത് ഇത് കൃത്യമായി ഈ സൂംബയിൽ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കടവന്ത്രയിലെ ഒരു സൂംബ ക്ലാസ്സിലാണ്. അവരുടെ സൂംബയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കടക്കാം. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇത്തരം രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെന്നാണ് സൂംബ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ സൂംബ ഇൻസ്ട്രക്ടറായിട്ടുള്ള അഞ്ജു നമ്മോടൊപ്പം ചേരുകയാണ്. അഞ്ജു, എത്ര നാളായി ഈ സൂംബ പ്രാക്ടീസ് ആരംഭിച്ചിട്ടുണ്ട്? ഞാൻ 6 വർഷമായി. 6 വർഷമായിട്ട് ഈ സൂംബ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സൂംബ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? 6 വർഷം മുമ്പ് നമ്മൾ എല്ലാ സ്ത്രീകളെയും പോലെ നമ്മുടെ ഡെലിവറി കഴിയുമ്പോൾ ഓബിയസ്ലി സ്ത്രീകൾ വണ്ണം വയ്ക്കും. അതുപോലെ തന്നെ എനിക്ക് 3 കുട്ടികളുണ്ട്. 3ാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒത്തിരി വണ്ണം വെച്ചായിരുന്നു. അപ്പോൾ സ്ഥിരം വരുന്ന പോലെ മുട്ടുവേദന, നടുവേദന അങ്ങനെയൊക്കെ വന്നപ്പം നമുക്ക് തന്നെ അനങ്ങാൻ പറ്റാതെയായി. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യണം എന്ന് വിചാരിച്ചു. ജിമ്മിലൊക്കെ പോയി നോക്കി, ബോറിംഗ് ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോഴാണ് സുംബ നോക്കിയപ്പോൾ കുറച്ചും കൂടെ, കാരണം പാട്ട് പെപ്പിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് എക്സസൈസ് ആണെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് സുംബ ചെയ്തത്. പിന്നെ അങ്ങനെ ട്രെയിനറായത്. ട്രെയിനിങ്ങിനൊക്കെ എങ്ങനെയാണ് പ്രത്യേക ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുള്ളത്? അതെ, സുംബ ട്രെയിനർ ആകണമെങ്കിൽ നമ്മൾ ലൈസൻസ് എടുക്കണം. കാരണം ലൈസൻസ് എടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് കാരണം നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് അറിയണം. കാരണം ചിലവർക്ക് മുട്ടുവേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആസ് എ ട്രെയിനറായിട്ട് നന്നാലേ ലൈസൻസ് ഉണ്ടായാലേ നമുക്ക് അവർക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു ഡാൻസ് ക്ലാസ് ചെയ്യണ പോലെയാവും. സുംബ ഒരിക്കലും ഡാൻസ് അല്ല, ഫിറ്റ്നസ് പ്രോഗ്രാമാണത്. തീർച്ചയായിട്ടും അഞ്ജു പറയുന്നത് പോലെ തന്നെ ഇതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങളിൽ നിന്നും, കൂടുതലും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധി വരെ ഇത്തരം സൂംബ പ്രാക്ടീസിലൂടെ രക്ഷപ്പെടാൻ കഴിയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ കടവന്ത്രയിൽ മാത്രമല്ല, എറണാകുളം നഗരത്തിൽ പ്രത്യേകിച്ചും കൊച്ചിയിൽ കൂടുതൽ ഇടങ്ങളിലൊക്കെ ഈ സൂംബ വ്യാപിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് നോക്കാവുന്നതാ ഈ സൂംബ ഡാൻസ് നോക്കാം.
നോക്കുകയല്ല, പോയി ചെയ്യണം. എനിവേ, അനന്തപുരിയിൽ സംഗീത വിസ്മയം ഒരുക്കി സ്പെയിനിൽ നിന്നുള്ള കരോല ഓർട്ടിസും തിരുവനന്തപുരത്ത് നിന്നുള്ള ചാരു ഹരിഹരനും വെസ്റ്റേൺ കർണാട്ടിക് കൂട്ടിയിണക്കിയ സംഗീത നിശ സംഗീത ആസ്വാദകർക്ക് നവ്യാനുഭവമായി. സംഗീതത്തിലെ പല കാലങ്ങൾ കടന്ന ആലാപനം. പക്ഷേ സ്പെയിനിലെ കരോല ഓർട്ടിസും തിരുവനന്തപുരത്തെ ചാരു ഹരിഹരനും സൗഹൃദത്തിലായിട്ട് അധിക കാലം കടന്നിട്ടില്ല. കണ്ടുമുട്ടിയത് 2016 കൊൽക്കത്ത ഗിത്താർ ഫെസ്റ്റിവലിൽ. അവിടെയും പിന്നീട് അനേകം വേദികളിലും ഈ കൂട്ടായ്മ സംഗീത വിസ്മയം തീർത്തു. പല ദേശങ്ങൾ കടന്ന് ആ സൗഹൃദ സംഗീതം ഇങ്ങ് തിരുവനന്തപുരത്തെത്തി. മധ്യധരണ്യായുടെ തീരത്തു നിന്നും അറബിക്കടലോരത്ത് പാട്ടിന്റെ പാലാഴി തീർക്കാൻ. കരോല ഇണമിട്ട സ്പിരില എന്ന ആൽബത്തിൽ നിന്നുള്ള ഗാനത്തോടെയാണ് സംഗീത നിശ ആരംഭിച്ചത്. ക്ലാർനെറ്റും മൃദംഗവും ഗിത്താറും സ്വരങ്ങളുടെ താളവിസ്മയമൊരുക്കി. കർണാട്ടിക് സംഗീതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾക്കൊപ്പം കാഴ്ചക്കാരും താളം പിടിച്ചു. കരോല ക്ലാർനെറ്റിൽ സ്വരവിസ്മയം തീർത്തപ്പോൾ മൃദംഗവും ഗഞ്ചിറയും ഒപ്പം ചാരുവും സമ്മാനിച്ചത് സംഗീതത്തിന്റെ വ്യത്യസ്തമായ തലം. സംഗീതത്തിന് അതിരുകളില്ല, ഭൂഖണ്ഡങ്ങൾ അവയെ വേർതിരിക്കുന്നുമില്ല. അവരുടെ പാട്ടിന് ഒരേ സ്വരം. ഇതിനോടകം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, പല നഗരങ്ങളിൽ കരോളിൻ ചാരു സൗഹൃദം സ്വരമാധുര്യം തീർത്തു. തലസ്ഥാന നഗരത്തിലെത്തിയ സംഗീത സന്ധ്യ കണ്ടിറങ്ങിയവരുടെ പ്രതികരണം ഇങ്ങനെ.
പ്രോഗ്രാം വളരെ നല്ലതായിരുന്നു. യൂഷ്വലി ഞാൻ ഇങ്ങനെ ഒരു ഫ്യൂഷൻ പ്രോഗ്രാം കാണാൻ പോവാറില്ല, ബട്ട് ദിസ് വാസ് ക്യാപ്റ്റിവേറ്റിംഗ്, ഭയങ്കര ഒരു ക്യാപ്റ്റിവേറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു. ഈ ജാസും പിന്നെ നമ്മുടെ ഇന്ത്യൻ കർണാട്ടിക് മ്യൂസിക്കും പിന്നെ ഫ്ലമെങ്കോ മ്യൂസിക്കും കൂടെ ഒരു സീംലെസ്ലി ഫ്യൂസ് ചെയ്ത ഒരു ഫോം ഇതുവരെ കേട്ടിട്ടില്ല. സോ ഇറ്റ് വാസ് വെരി നൈസ്ലി ഡൺ. ഇറ്റ്സ് വണ്ടർഫുൾ ടു സീ ഹർ ഓൺ ദാറ്റ് സ്റ്റേജ് ആൻഡ് പെർഫോമിംഗ് വിത്ത് സച്ച് ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് ഓൾ ഓൺ ദ സെയിം സ്റ്റേജ്. വളരെ നല്ലതായിരുന്നു. ഓമനക്കുട്ടി, മേനക, സൂര്യ കൃഷ്ണമൂർത്തി തുടങ്ങി നിരവധി പ്രമുഖർ സംഗീത നിശയുടെ ഭാഗമായി. 24 തിരുവനന്തപുരം. രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ന് 1 വയസ്സ്. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചത്. ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത ആക്രമണത്തിൽ മലയാളി ജവാൻ VV വസന്തകുമാർ ഉൾപ്പെടെയുള്ള സൈനികരുടെ ജീവത്യാഗത്തിന് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ് രാജ്യം. 40 ധീരസേനാംഗങ്ങളുടെ ജീവനെടുത്ത സ്ഫോടനം നടന്ന ലത്പോരയിലെ ദേശീയപാതയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. സ്ഫോടനത്തിന്റെ പാടുകൾ ഈ ദേശീയപാതയിൽ ഇനിയും ഉണങ്ങിയിട്ടില്ല. ഫെബ്രുവരി 13 വൈകിട്ട് 3:15 ശ്രീനഗറിൽ നിന്നും 33 കിലോമീറ്റർ ദൂരെ അവന്തിപ്പോരയിലെ ലഖ്പുരയിൽ വെച്ച് സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായത്. 78 ബസ്സുകളിലായി 2547 CRPF ജവാന്മാർ സഞ്ചരിച്ച വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ദേശീയപാതയുടെ ഒരു വശത്തു നിന്ന് വന്ന സ്ഫോടന വസ്തുക്കൾ നിറച്ച SUV ജവാന്മാരുടെ വാഹനത്തിന് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. ആക്രമണം ആസൂത്രണം ചെയ്തത് ജെയ്ഷെ മുഹമ്മദ്. മസൂദ് അസർ ജന്മം നൽകിയ ഭീകര സംഘടനയിലെ ആത്മഹത്യ സ്ക്വാഡിൽ അംഗമായ ആദിൽ അഹമ്മദ് ദർ എന്ന ചാവേറാണ് ഇന്ത്യൻ ജനതയുടെ ഹൃദയം പിളർന്നത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരപുത്രൻ മുഹമ്മദ് ഉമൈർ ആയിരുന്നു ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ. വയനാട് ലക്കിടി സ്വദേശി VV വസന്തകുമാർ ഉൾപ്പെടെ 40 വീരപുത്രന്മാർ ജ്വലിക്കുന്ന ഓർമ്മയായി. 16 സംസ്ഥാനങ്ങളിൽ നിന്നായി 40 പേർ. ദുഃഖവും രോഷവും പ്രകടിപ്പിച്ച രാജ്യം തിരിച്ചടിക്ക് തയ്യാറെടുത്തു. 11ാം ദിവസം ഇന്ത്യ പകരം വീട്ടി. മിറാഷ് വിമാനങ്ങൾ പാക് അധീന കാശ്മീരിന് മുകളിലൂടെ പറന്ന് ജെയ്ഷെ ഭീകര കേന്ദ്രങ്ങൾ തരിപ്പണമാക്കി. ആക്രമണത്തിന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരണം നൽകി. മേജർ ജനറൽ ആസിഫ് ഗഫൂർ വ്യോമാക്രമണത്തിന് ചിത്രങ്ങൾ ട്വീറ്റ് ചെയ്തു. 1 വർഷം പൂർത്തിയാകുമ്പോൾ സ്ഫോടനം നടന്ന ഈ മേഖലയിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ ഒന്നും നടന്നില്ല. എങ്കിലും ആ സ്ഫോടനത്തിന്റെ ആഘാതമേൽപ്പിച്ച മുറിവുകൾ ഈ ദേശീയപാതയ്ക്ക് ഉണങ്ങാതെ നിൽക്കുന്നു. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ലത്പോരയിൽ നിന്നും R രാധാകൃഷ്ണൻ, 24. ന്യൂസ് ട്രാക്ക് 117 ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.